ജി കൃഷ്ണകുമാറിനെതിരായ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ഗുരുതര ആരോപണങ്ങൾ. പണം നൽകിയില്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി എഫ്ഐആറിൽ പറയുന്നു. പരാതിക്കാരിയുടെ വസ്ത്രത്തിൽ പിടിച്ചുവലിച്ചുവെന്നും കൃഷ്ണകുമാർ ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നും പരാതിയിലുണ്ട്. ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാന്, സംഭവത്തിന്റെ നിജസ്ഥിതി കൃഷ്ണകുമാർ വ്യക്തമാക്കുന്നുണ്ട്. ഈ എഫ്ഐആർ ഗൗരവതരമാണ് എന്ന് മനസ്സിലാകുന്നു. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? രഞ്ജിത്ത്, കൃഷ്ണകുമാറും മകളും ആദ്യം നൽകിയ കേസിൽ ആരോപണ വിധേയരായിരുന്ന 3 സ്ഥാപനത്തിലെ ജീവനക്കാരാണ് ഇവർക്കെതിരെ കൗണ്ടർ കേസ് നൽകിയത്. ആ കൗണ്ടർ കേസുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറിലാണ് കൃഷ്ണകുമാറിനെതിരെ ഉൾപ്പെടെ ഗുരുതരമായ ആരോപണങ്ങൾ പരാമർശിച്ചിരിക്കുന്നത്. അതായത് ലൈംഗിക ചുവയോടെ ഈ ജീവനക്കാരികളോട് സംസാരിച്ചു, അതോടൊപ്പം തന്നെ അവരെ മാനഭംഗപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതിനിടയിലാണ് അല്പസമയം മുമ്പ് കൃഷ്ണകുമാർ മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം പരാതി നൽകാനെത്തി. 5 മിനിറ്റ് കൊണ്ട് അവിടെ ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ മനസ്സിലായി. ധൈര്യമായി മുമ്പോട്ട് പൊക്കോളൂ, ബാക്കി നടപടിക്രമങ്ങൾ വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഉണ്ടാകൂ എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് എന്നാണ്, മുഖ്യമന്ത്രി ഓഫീസിനോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് കൃഷ്ണകുമാർ വ്യക്തമാക്കിയത്. ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. നിഷ്പക്ഷതയോടെയല്ല ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നത്. തന്റെ ഭാഗം കേട്ട് തനിക്ക് അനുകൂലമായ തീരുമാനം എടുക്കണമെന്നല്ല, എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കണമെന്ന് മാത്രമാണ് പറയുന്നത്. അങ്ങനെ ഒരു പരിഗണന ഉണ്ടായിട്ടില്ല. താനാണ് ആദ്യം പരാതി നൽകിയത്. ആ പരാതിയിൽ അന്വേഷണം നടത്തുന്നതിന് മുമ്പ് കൗണ്ടർ കേസിൽ പരാതിയിൽ അന്വേഷണം നടത്തി കൗണ്ടർ കേസിൽ ഊർജിതമായ നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതിനെ സംശയത്തോടെ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. പെൺമക്കളുള്ള അച്ഛനമ്മമാർക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് തന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. സ്ഥാപനം വലിയൊരു നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. ഇനി പുതിയ സ്റ്റാഫിനെ വെച്ചുകൊണ്ട് വീണ്ടും ഈ സ്ഥാപനം തുടങ്ങേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എന്ന് കൂടിയാണ് കൃഷ്ണകുമാർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ശരി, ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. അതേസമയം സംഭവത്തിൽ നിഷ്പക്ഷമായ അന്വേഷണമാണ് നടത്തേണ്ടതെന്ന് ജി കൃഷ്ണകുമാർ പ്രതികരിച്ചു. കൃഷ്ണകുമാറിന്റെ വാക്കുകളിലേക്ക്. ഞങ്ങൾ ആദ്യം ഒരു കേസ് കൊടുക്കുകയാണ് എൻ്റെ മകളുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട്. ആ കേസ് കൊടുത്തതിന് ശേഷം അവർ കൊടുത്ത കൗണ്ടർ കേസിന്റെ പേരിലാണ് ഞങ്ങൾക്കെതിരെ അന്വേഷണം നടത്തി ഈ പറഞ്ഞിരിക്കുന്ന വകുപ്പുകളൊക്കെ ഇട്ട് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഈ 3 കുട്ടികളുടെ സ്റ്റേറ്റ്മെന്റ് അന്വേഷിച്ചാൽ അങ്ങോട്ട് പൈസ പോയിട്ടുണ്ടോ, അവര് എടുത്തിട്ടുണ്ടോ, ഇത് തെളിയിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അത് പോലീസ് അന്വേഷിക്കും, കണ്ടെത്തുന്നുള്ളതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. പിന്നെ ഞങ്ങൾക്കെതിരെ വെച്ചിരിക്കുന്ന കേസുകളുടെ വകുപ്പുകളെ പറ്റി പറഞ്ഞു. ഈ പറഞ്ഞ ആരോപണങ്ങൾ വെച്ച് ഇങ്ങനെ എഫ്ഐആർ ഇട്ടിരിക്കുന്നു. അവർക്ക് തെളിവുണ്ടാവണം. അങ്ങനെ തെളിവുണ്ടെങ്കിൽ അവർ ആ തെളിവുകൾ കാണിക്കണം. ഞങ്ങൾ ഞങ്ങളുടേതായ തെളിവുകൾ മുഴുവൻ കാണിക്കുന്നു. അവരും എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ അവർ പറയുന്നേ ഉള്ളൂ, തെളിവില്ല. ഈ എഫ്ഐആർ ഇങ്ങനെ ഇടണമെങ്കിൽ പോലീസുകാർക്ക് എന്തെങ്കിലും കാണുമല്ലോ.